ഇടത്തോട്ട് ഇതേണ്ടതേ നമ്മൾ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അളിയനാണ്. നമ്മൾ ഇന്നലെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള ഒരാളാണ്, കുറച്ച് ചെമ്പല്ലിയെ കിട്ടുമെന്ന് വെച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഭാഗത്തൊക്കെ ചെമ്പല്ലി എന്ന് പറയും. അപ്പം അതേ മീൻ കല്ലട മുട്ടി, അതുപോലെ കല്ലട, പിന്നെ അണ്ടിക്കളി എന്നിങ്ങനെ പല പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കത് 1 കിലോ ആവശ്യമായിട്ടുണ്ട്. നമുക്കതിനെ പിടിക്കാൻ വേണ്ടി പോകണ പോക്കാണ്. നമ്മൾ പോകുന്നത് മങ്കമ്പ് റൂട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന റോഡ് കണ്ടോ? ഈ കഴിഞ്ഞ മഴയ്ക്ക് മുട്ടറ്റ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം, അതുപോലെ വെള്ളമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ കണ്ടത്തിൽ നിന്നുള്ള മീനല്ല അപ്പുറത്തോട്ടും, അപ്പുറത്തെ കണ്ടത്തിലുള്ള മീനല്ല ഇപ്പുറത്തോട്ടും വന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ മീൻ്റെ ആക്ടിവിറ്റീസ് ഏതായാലും നമ്മളിവിടെ കാണുന്നുണ്ട്. അതും ചെമ്പല്ലികളാണ് കൂടുതലും കാണുന്നത്. നമ്മൾ ചൂണ്ടയിടാൻ ഉദ്ദേശിച്ച സ്ഥലം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കൂടിപ്പോയ ഒരു സെക്കൻഡ് ഇപ്പോൾ കാണിച്ചു തരാവേ. നമ്മളത് ഏകദേശം ഈ കാണുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ചൂണ്ടയിടാൻ വന്നേക്കുന്നത്. ഫസ്റ്റ് ചൂണ്ടയിടൽ അളിയൻ തന്നെയാണേ, ഒന്ന് നോക്കാം. എടുത്ത് ഫസ്റ്റ് ഫിഷ്, ഇന്നത്തെ ആദ്യത്തെ മീൻ. നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലാത്ത സൈസൊക്കെ കിട്ടുന്നത് കേട്ടോ. ഈ സൈസൊക്കെ കിട്ടുന്നു. നമ്മളപ്പോൾ വേണ്ടതേ അടുത്ത സ്പോട്ടിലേക്ക് പോകും കേട്ടോ. നമ്മൾ ഏകദേശം കുറച്ച് മീൻ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. കുറച്ച് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ളതായിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടെ വേണ്ടിയതായിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന പോക്കാം അടുത്ത സ്പോട്ടിലേക്ക്. ഇവിടെ നിന്ന് ഒത്തിരി ദൂരമില്ല, കൂടി ഇപ്പോൾ ഒരു 2 മിനിറ്റ് ദൂരം. അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരും. കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനെ റിലീസ് ചെയ്യും. ചൂണ്ടയിട്ടാൽ നമുക്ക് ഏറ്റവും ഹൈപ്പറാണ് ഈ ചെമ്പല്ലി എന്ന് പറയുന്നത്. നമുക്ക് ചൂണ്ടയിടുന്നവരെ മടുപ്പിക്കാതെയും വേർപ്പിക്കാതെയും ഏക മീനാണ് കേട്ടോ ഈ പറഞ്ഞ ചെമ്പല്ലി അഥവാ കരിപ്പിടി. ഓരോ തീറ്റയ്ക്കും കൊത്തിയിരിക്കും, കൺഫേമാണ്. അപ്പോൾ വേണ്ടതേ നമ്മുടെ ഫിഷിങ് ഇതേ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണേ. നമുക്ക് ഇന്ന് കിട്ടിയ മീൻ അത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു ബക്കറ്റ് മേളിൽ മീനുണ്ടായിരുന്നു, 1 കിലോയ്ക്ക് മുകളിൽ മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മീൻ കൊടുക്കേണ്ട ആളെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ആൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ആൾ വരാൻ ഒരു 10 മിനിറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മീനെ കൈമാറുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അണ്ണൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട്. നമ്മൾ അണ്ണന് മീൻ കൈമാറാൻ പോകാം കേട്ടോ. ഇതുപോലെ ലൈവ് ഫിഷ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം കേട്ടോ. അടിയിലൊരു കമൻറ്റ് ഇട്ടാലും മതി. അണ്ണാ കുറവുണ്ട പറയണം കേട്ടോ, കുറവുണ്ട പറയണം. നാളെ നമുക്ക് എത്തിക്കാം കേട്ടോ, നാളെ എത്തിക്കാം. ഓക്കെ. അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ച് ആൾ പോവാം കേട്ടോ. ആളും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ എമൗണ്ട് ഞാൻ കാണിച്ചു തരാവേ.